സമൂസ കഴിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകടകൾ മുതൽ പലഹാരങ്ങളിലെ നിറസാന്നിധ്യമായ സമൂസ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരൻ ഇന്ത്യക്കാരനല്ല കേട്ടോ. സമൂസയുടെ സ്വദേശം അതങ്ങ് ഈജിപ്ത് ആണ്. സമൂസയുടെ കഥയെന്ന് നോക്കിയാലോ, 100 സ്റ്റോറീസ് ഡേ 93. ചരിത്ര രേഖകൾ പ്രകാരം 1000ഓളം വർഷങ്ങൾക്ക് മുൻപ് പഴയ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലാണ് സമൂസകൾ ആദ്യമായി ഉണ്ടാക്കപ്പെടുന്നത്. സാൻബുസാഗ് എന്നായിരുന്നു അവർ അന്ന് അതിന് നൽകിയിരുന്ന പേര്. പേർഷ്യൻ ഭാഷയിൽ പിരമിഡുകളെ വിളിക്കുന്നത് സാംസ എന്നാണ്. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കാം പിരമിഡുകളുടെ ഷേപ്പിലുള്ള ഈ പലഹാരത്തിന് സാൻബുസാഗ് എന്നും കാലാന്തരത്തിൽ അത് ലോപിച്ച് സമൂസ എന്നുമായി മാറിയത്. അക്കാലത്തെ വ്യാപാരികളായിരുന്ന ഈജിപ്ഷ്യൻസും പേർഷ്യക്കാരും എല്ലാം ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെയോ മീറ്റ്സിന്റെയോ ഒക്കെ ഫില്ലിംഗ്സ് ഉള്ള ഇത്തരം സമൂസകൾ തങ്ങളുടെ പക്കൽ കരുതുമായിരുന്നു. കൂടുതൽ കാലത്തേക്ക് കേടാകാതെ സൂക്ഷിക്കാമെന്നതായിരുന്നു അക്കാലത്ത് ദീർഘദൂര സഞ്ചാരികൾ സമൂസയിൽ കണ്ടിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏതാണ്ട് 13ാം നൂറ്റാണ്ടിലാണ് ഇത്തരം സഞ്ചാരികളിലൂടെ സാൻബുസാഗ് ഇന്ത്യയിൽ എത്തുന്നത്. അക്കാലത്തെ രാജാക്കന്മാർക്ക് വിശിഷ്ട സമ്മാനമായി ആ സഞ്ചാരികൾ സമർപ്പിച്ചത് സമൂസകളെ ആയിരുന്നു. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഉരുളക്കിഴങ്ങിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതിന് ശേഷം വെജിറ്റബിൾ ഫില്ലിംഗ്സോട് കൂടിയുള്ള സമൂസകൾ ഇന്ത്യൻ തീൻമേശകളിൽ വ്യാപകമായി. ഒരു ശരാശരി കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം നടക്കുന്നത് 60 മില്യൺ സമൂസകളുടെ കച്ചവടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സമൂസ ഭ്രാന്തനായ ആ ഒരു ചങ്കിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.